ഈ റിപ്പോർട്ട് നിങ്ങൾ കാണുമ്പോൾ അതിനിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ബാക്കി നിൽക്കുന്നതും മണിക്കൂറുകൾ മാത്രമായിരിക്കും. കേരളവും ബംഗാളും തമിഴ്നാടും പുതുച്ചേരിയും അസമും ഉടൻ ജനഹിതം പുറത്തുവിടും. ആകാംക്ഷയുടെയും ആശങ്കയുടെയും നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്ന ചില വാർത്തകൾ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂട് എത്രമാത്രം ഭീകരമായിരുന്നുവെന്ന് തെളിയിക്കുന്നുണ്ട്. ഇവിടെ അട്ടിമറി ലക്ഷ്യം വെച്ച് സൂപ്പർ താരം വിജയുടെ തമിഴക വെട്രിക്കഴകം കാഴ്ചവെക്കുന്ന ചില പ്രകടനങ്ങൾ ആരെയും അമ്പരപ്പിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ജയസാധ്യതയുള്ള നേതാക്കന്മാരെ ഇപ്പോൾ അവരുടെ വസതികളിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് നടൻ വിജയ്. മെയ് 4-ന് 150-ലധികം സീറ്റുകൾ നേടി വിജയ് സർക്കാർ രൂപീകരിക്കുമെന്നാണ് TVK അണികളും നേതാക്കളും ഉറച്ചു വിശ്വസിക്കുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് പിന്നാലെ പോകില്ല എന്നും പറയുന്ന TVK പക്ഷേ എക്സിറ്റ് പോളുകളെ കാര്യമായി പരിഗണിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് വിജയ്ക്കും ആത്മവിശ്വാസമുണ്ട്. അതേസമയം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ചിരപരിചിതമായ റിസോർട്ട് രാഷ്ട്രീയത്തിലേക്ക് വിജയ് കടന്നുവെന്നാണ് ചെന്നൈയിൽ നിന്നുള്ള വാർത്തകൾ പറയുന്നത്. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കെ തമിഴ്നാട്ടിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന എക്സിറ്റ് പോൾ സൂചനകളുടെ പശ്ചാത്തലത്തിലാണ് TVK ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്ന് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിജയ സാധ്യതയുള്ള തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മറ്റു പാർട്ടികൾ സ്വാധീനിക്കാതിരിക്കാനാണ് ഈ മുൻകരുതൽ. 90 സ്ഥാനാർത്ഥികളെ ഈ രീതിയിൽ മറ്റ് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. വിജയിക്കുന്ന TVK സ്ഥാനാർത്ഥികളെ മഹാബലിപുരത്തിനടുത്തുള്ള പൂഞ്ചേരിയിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റി എന്നാണ് അറിയുന്നത്. കുറഞ്ഞത് 100 സ്ഥാനാർത്ഥികളെയെങ്കിലും താമസിപ്പിക്കാൻ സൗകര്യമുള്ള റിസോർട്ട് സജ്ജമാക്കാൻ വിജയ് ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. തൂക്കുമന്ത്രിസഭ വരാനിരിക്കുന്ന സാധ്യത കണക്കിലെടുത്ത് കുതിരക്കച്ചവടം തടയാനും പാർട്ടി ഐക്യം ഉറപ്പാക്കാനുമാണ് ഈ മുൻകരുതൽ നടപടി എന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാലുടൻ കാലതാമസം കൂടാതെ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് എത്തണമെന്ന് വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങൾക്കും സജ്ജരായിരിക്കാൻ വിജയ് തന്റെ പാർട്ടിയുടെ നിയമവിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വോട്ടെണ്ണൽ ദിവസം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷ ശക്തമാക്കണമെന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആദവ് അർജുനയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വിജയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. DMK സഖ്യം, TVK, AIADMK സഖ്യം എന്നിവർക്ക് വ്യത്യസ്ത സർവേകൾ വ്യത്യസ്ത വിജയ സാധ്യതകളുമാണ് പ്രവചിക്കുന്നത്. ഈ അനിശ്ചിതത്വം കണക്കിലെടുത്താണ് TVK മുൻകരുതലെടുക്കുന്നത്. തങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ഈ തെരഞ്ഞെടുപ്പ് ആര് ഭരിക്കുമെന്നതിനേക്കാൾ DMKയുടെ പ്രതിപക്ഷം ആര് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുമെന്നുമാണ് ഭരണകക്ഷി നേതാക്കൾ പറയുന്നത്. വിജയ് ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നും രാഷ്ട്രീയം അദ്ദേഹത്തിന് വെറുമൊരു വിനോദം മാത്രമാണെന്നും DMK പരിഹസിക്കുന്നുണ്ട്. DMK തമിഴ്നാട്ടിൽ മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. P-മാർക്കും മാട്രിക്സും സഖ്യത്തിന് 122 മുതൽ 132 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട്. അതേസമയം പീപ്പിൾസ് പൾസ് 125 മുതൽ 145 സീറ്റുകളുടെ വിശാലമായ സാധ്യതയും നൽകുന്നുണ്ട്. താഴ്ന്ന നിലയിലാണെങ്കിൽ പോലും DMKക്ക് തുടർച്ചയായി 2ാം തവണയും ഇത് മതിയാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതേസമയം ADMK നയിക്കുന്ന മുന്നണി 65 മുതൽ 100 വരെ സീറ്റുകൾ നേടുമെന്ന് മറ്റ് ചില സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ രണ്ട് പാർട്ടികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടന്ന് വേണം വിജയ്ക്കും TVKയ്ക്കും തമിഴ്നാട്ടിൽ വിജയക്കൊടി നാട്ടുവാൻ. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ സർവേയിലാണ് വിജയുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുന്നത്. DMK ഏകപക്ഷീയമായി വിജയിക്കുമെന്ന കണക്കുകൂട്ടലിൽ മുന്നോട്ടു പോകുന്നതിനിടയ്ക്കാണ് അപ്രതീക്ഷിതമായി സർവേ ഫലം വിജയ്ക്ക് അനുകൂലമായി ചില ഏജൻസികൾ പുറത്തുവിട്ടത്. എന്തായാലും ജനസാധ്യതയുള്ള MLA-മാരുമായി വിജയ് ജനഹിതം അറിയിക്കാനുള്ള കാത്തിരിപ്പിലാണുള്ളത്. ചിരിക്കണോ അതോ കരയണോ എന്നതിനുള്ള ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്.